മഹീന്ദ്ര ഇന്ന് ഇന്ത്യക്കാർക്ക് ഏറ്റവും സുപരിചിതമായ ഒരു ബ്രാൻഡാണ്. എം&എം എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യക്കാർക്ക് മഹേന്ദ്ര ആൻഡ് മഹേന്ദ്രയാണ്. ഓട്ടോമോട്ടീവ് മേഖല മുതൽ IT മേഖല വരെ ഇന്ന് ഈ ഇന്ത്യൻ കമ്പനി സജീവ സാന്നിധ്യമായുണ്ട്. മഹീന്ദ്രയുടെ വാഹനങ്ങളില്ലാത്ത ഇന്ത്യൻ റോഡുകൾ ഇന്ന് നമുക്ക് ചിന്തിക്കാൻ തന്നെ പ്രയാസമാണ്. കമ്പനിയുടെ ഒഫീഷ്യൽ പേര് മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര എന്നാണ്. അതെന്താ അങ്ങനെ ഒരു പേര് എന്ന് നമ്മൾ പലപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും. എന്നാൽ അതിന് പിന്നിലും ത്രസിപ്പിക്കുന്ന ഒരു കഥ പറയാനുണ്ട്. 2025 സാമ്പത്തിക വർഷത്തിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ SUV-കൾ വിറ്റഴിച്ച ലിസ്റ്റിൽ 1-ാം സ്ഥാനത്താണ് ഇന്ന് മഹേന്ദ്ര. കമ്പനിയുടെ നിലവിലെ ചെയർമാൻ ആനന്ദ് മഹേന്ദ്രയാണ് കമ്പനിയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് 2 വർഷം മുമ്പ്, അതായത് 1945 ലുധിയാനയിലാണ് മഹേന്ദ്ര കമ്പനിക്ക് തുടക്കമായത്. മഹേന്ദ്ര ബ്രദേഴ്സ് എന്നറിയപ്പെടുന്ന കൈലാഷ് ചന്ദ്ര മഹേന്ദ്രയും ജഗദീഷ് ചന്ദ്ര മഹേന്ദ്രയും മാലിക് ഗുലാം മുഹമ്മദ് എന്നയാളും കൂടി ചേർന്നായിരുന്നു കമ്പനി സ്ഥാപിച്ചത്. ഒരു സ്റ്റീൽ ട്രേഡിംഗ് കമ്പനിയായാണ് മഹേന്ദ്ര അന്ന് തുടങ്ങിയത്. സ്ഥാപകരിൽ ഒരാളായ കൈലാഷ് ചന്ദ്ര മഹേന്ദ്രയുടെ ചെറുമകനാണ് നിലവിലെ ചെയർമാൻ ആനന്ദ് മഹേന്ദ്ര. 1947 കമ്പനി M&M എന്ന പേര് സ്വീകരിച്ചു. എന്നാൽ അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര എന്ന അർത്ഥത്തിലല്ല. M&Mലെ ഒരു സ്ഥാപക അംഗങ്ങളിൽ ഒരാളായ മാലിക് ഗുലാം മുഹമ്മദ് എന്നതിനെ സൂചിപ്പിക്കുന്നതായിരുന്നു അത്. അതായത് M&M എന്നാൽ മഹേന്ദ്ര ആൻഡ് മുഹമ്മദ് എന്നായിരുന്നു അർത്ഥം. എന്നാൽ ഗുലാം മുഹമ്മദിന് കമ്പനിയിൽ വളരെ കുറച്ച് ഓഹരികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മഹേന്ദ്ര ആൻഡ് മുഹമ്മദ് എന്ന പേര് എങ്ങനെ മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര ആയി എന്ന് മാറിയത് എങ്ങനെയാകും എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നതല്ലേ. സ്വാതന്ത്ര്യാനന്തരം ഗുലാം മുഹമ്മദ് പാകിസ്ഥാനിലേക്ക് പോവുകയായിരുന്നു. ഈ സമയം കമ്പനിയുടെ പക്കലുണ്ടായിരുന്ന ഓഫീസ് വസ്തുക്കളും സീലുകളും എല്ലാം M&M എന്നായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് പേര് മാറ്റി പ്രവർത്തനം ആരംഭിക്കുന്നതിന് ഭാരിച്ച തുക വേണമായിരുന്നു. അന്ന് മഹേന്ദ്ര സഹോദരങ്ങൾക്ക് അതിനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. അതിനാൽ അവർ പേര് മാറ്റാതെ തന്നെ മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര എന്ന് പുനർനാമകരണം ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ വരുമ്പോൾ പേര് M&M ആയി തുടരുകയും ചെയ്യും. ഈ M&M മഹേന്ദ്ര സഹോദരങ്ങളെ സൂചിപ്പിക്കുന്നതായിരുന്നു. 1947 മുതൽ 1951 വരെ പാകിസ്ഥാന്റെ ധനമന്ത്രിയായി സേവനമനുഷ്ഠിച്ച അതേ ഗുലാം മുഹമ്മദ് ആയിരുന്നു M&Mന്റെ മുഹമ്മദ് എന്നുകൂടി നിങ്ങൾ അറിയേണ്ടതുണ്ട്. 1951 മുതൽ 1955 വരെ അദ്ദേഹം പാകിസ്ഥാൻ ഗവർണർ ജനറലായിരുന്നു. 1956 സെപ്റ്റംബറിൽ 61 വയസ്സുള്ളപ്പോൾ അദ്ദേഹം അന്തരിച്ചു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ മഹേന്ദ്രയുടെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. നിരവധി ഏറ്റെടുപ്പുകളിലൂടെ കമ്പനി ശക്തി ആർജിച്ചു. 1999 ഗുജറാത്ത് സർക്കാരിൽ നിന്ന് ഗുജറാത്ത് ട്രാക്ടറുകളുടെ 100% ഓഹരികളും മഹേന്ദ്ര അന്ന് സ്വന്തമാക്കി. തുടർന്ന് 2007 M&M പഞ്ചാബ് ട്രാക്ടർ ലിമിറ്റഡ് PTL ഏറ്റെടുത്തു. ഈ ഏറ്റെടുക്കലുകൾ ലോകത്തിലെ ഏറ്റവും വലിയ ട്രാക്ടർ നിർമ്മാണ കമ്പനിയായി എന്ന നിലയിലേക്ക് മഹേന്ദ്ര ഉയർത്തി. തുടർന്ന് നിരവധി ആഭ്യന്തര വിദേശ കമ്പനികളെ മഹേന്ദ്ര ഏറ്റെടുത്തു. ഇന്ന് ലോകമെമ്പാടുമുള്ള നിരവധി രാജ്യങ്ങളിൽ മഹേന്ദ്ര വാഹനങ്ങൾ വിറ്റഴിക്കപ്പെടുന്നുണ്ട്. 1947 വില്ലീസ് ജീപ്പുകൾ ഇന്ത്യയിൽ അസംബിൾ ചെയ്തുകൊണ്ടാണ് മഹേന്ദ്ര ഇന്ത്യൻ വാഹന മേഖലയിലേക്ക് കടന്നു വന്നത്. പിന്നീട് 1956 ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത് ഒരു പബ്ലിക് കമ്പനിയായി മാറുകയും ചെയ്തു. ഇന്ന് മഹേന്ദ്ര എന്ന കമ്പനിക്ക് കീഴിൽ 20 വ്യത്യസ്ത വ്യവസായങ്ങളും 100 രാജ്യങ്ങളിൽ അവരുടെ സേവനങ്ങളും നൽകി വരുന്നു.